Hey guys, welcome back to my new video. Guys, അപ്പോൾ എന്തായാലും പുതിയൊരു ഓപ്പോണന്റുമായിട്ട് വീണ്ടും ഒരു മാച്ച് ഡിവിഷൻ മാച്ചിലേക്ക് വന്നിട്ടുണ്ട്. ഗൈസ് അപ്പോൾ എന്താ പറയുക, നമ്മുടെ പുതിയ ട്രോഫി പാക്കായ വാൻഡേവൻ ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രീ ട്രയൽ. അപ്പോൾ ഇപ്പോൾ 700 കോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന അർജന്റീന പാക്ക് എടുക്കാമെന്നാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണന്റ് നോക്കാം. അത്യാവശ്യം കുറച്ച് റാങ്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ് ക്വിക്ക് കൗണ്ടറാണ് ഇട്ടേക്കുന്നത്. എന്തായാലും ഡിബ്രൂണിയാണ് ക്യാപ്റ്റൻ. അത്യാവശ്യം കുഴപ്പമില്ല. ഓ ഗൈസ്, പുതിയ വൈറ്റ് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഓപ്പോണന്റ് എങ്ങനെ ഉണ്ടാവും. 4-2-3-1 ആക്കിയിട്ടുണ്ട് അവൻ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ആരും എടുത്തതെന്ന്. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും ആ മാച്ച് കളിക്കണം, എന്നിട്ടാണ് എടുക്കേണ്ടത്. വാൻഡേവൻ കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഗൈസ് ഓപ്പോണ്ട് വരുന്നുള്ളൂ. ഓപ്പോണ്ട് എന്തൊക്കെയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഇപ്പോൾ നമ്മുടെ ഡിബ്രൂണി. ഓക്കെ, ഗ്രീസ്മാനെ ഇറക്കുന്നുണ്ട്. കിമ്മിച്ച് DMF ഗൈസ് അപ്പോൾ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. എന്തായാലും ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും വേറെ മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾ എന്താ പറയുക, ചിലപ്പോൾ വിട്ടു പോകുന്നൊരു കാര്യമുണ്ട് ഗൈസ്. ഞാൻ ഇന്നലെ നോക്കിയപ്പം നമ്മുടെ ജെറാഡ്, അതുപോലെ തന്നെ കോസ്റ്റേട്ട, ബെക്കംബർ, ഇവരെയൊക്കെ എപ്പിക് പ്ലേയേഴ്സിനൊക്കെ നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, പ്ലെയർ പ്രോഗ്രഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ ഇത് വെറും 98 ഉണ്ടായിരുന്നതാണ്. അത് ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് ലെവൽ ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഓർമ്മ വരുന്നത് തന്നെ. അപ്പോൾ എന്താ പറയുക, നിങ്ങളും അതുപോലെ ചെയ്യുക ഉറപ്പായിട്ടും. അപ്പോൾ കൂട്ടുക. അപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്ക്വാഡ് അത്യാവശ്യം നല്ല സീനാവും. അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. ഓപ്പോണ്ട് വന്നോളും. എന്തായാലും നമ്മൾ ഓപ്പോണ്ട് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ സെറ്റിങ്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ മാച്ച് ആയിരിക്കും ഇത്. അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക, നിങ്ങൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ അടിപൊളി പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എടുക്കുക. എന്തായാലും ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ, നമുക്ക് എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും മാച്ചിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ അടുപ്പിച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വേഴ്സസ് സാബി അലോണ്ട് സ്മോക്കിംഗ് ജോൺ ഗൈസ്. അപ്പോൾ എന്തായാലും സാബിയുടെ ടീംസാണ് ഇറങ്ങാൻ പോണേ. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടാവുന്ന മാച്ച്. ഇപ്പോൾ കുറേ അടുപ്പിച്ച് സാബിയാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ടച്ചാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. എംബാപ്പെ ടു ജെറാഡ്, കേസ്മിറോ. ഓക്കെ, കേസ്മിറോ ടു കോസ്റ്റേട്ട. ഓ, റോഡ്രിഗസ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓ എൻ്റെ മോനെ, വൈറ്റ് ഗൈസ്. ഓ കൗണ്ടേ. ഓ ജെറാഡ്, റോഡ്രിഗസ് ഗൈസ്. എന്തായാലും മെസ്സി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ വൈറ്റ്, കിമിച്ച്. ഓ എൻ്റെ മോനെ, എടാ നല്ലൊരു പാസ്സായിരുന്നു. അതാണ് വെറുതെ കളഞ്ഞല്ലോ. ഇത്ര അടിപൊളി പാസ് കിട്ടില്ലായിരുന്നു ഗൈസ്. അത് അടിപൊളി ഒരു പാസ്സായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു വരാം മാച്ചിലേക്ക്. ഡിയോഗോ കോസ്റ്റയാണ് ഇവന്മാരുടെ ഗോളി ഗൈസ്. അപ്പോൾ കോസ്റ്റേട്ടാ നമുക്ക് ഇറക്കാം. എന്തായാലും മറഡോണ, കിമ്മിച്ച്, ഗ്രീസ്മാൻ, റോഡ്രിഗസ്. ഓ ബാക്കോട്ടായിരുന്നു. ഓ കിട്ടിയില്ല ഗൈസ്. എന്നാലും ഗൈസ് ആ ഒരു ഞാനത് വിചാരിച്ചില്ല അവിടെ അങ്ങനെ ഒരു പാസ് കിട്ടുമെന്ന്. ത്രൂ പാസ് ആയതുകൊണ്ടാണ് തോന്നുന്നത് പുറത്തേക്ക് പോയി ഗൈസ്. അപ്പോൾ വൈറ്റ് ആണ് എറിയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ എടുത്തവരെന്തായാലും. ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് ഗൈസ്. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. വാൽവർഡെ. ഓക്കെ, മെസ്സി. ഓ പുറത്തേക്ക് അടിച്ചു പോയി ഗൈസ്. 21 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവരെ ഗോൾ അടിച്ചിട്ടില്ല, നമ്മൾ ഷോട്ട് അടിച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഓപ്പോണ്ട് എന്തോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എംബാപ്പയ്ക്ക് പകരം നമുക്കവിടെ ഇപ്പോൾ കുറച്ച് നേരത്തെ സബ് ഇറക്കാം. റാഷ്ഫോർഡിന് ഇറക്കാം. റാഷ്ഫോർഡ് ഇറങ്ങുന്ന മാച്ചൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇതായിരിക്കും. അതുപോലെ തന്നെ ബ്രൂണോയിനെ ഇറക്കാം. ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ സബാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഓപ്പോണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ എന്താ വെച്ചാൽ ആരെ എടുത്തില്ല. എന്തായാലും വൈറ്റ്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എടുത്തിൽ ആരും ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. അത്യാവശ്യം എല്ലാവരും പറയുന്നത് വൈറ്റാണ് കുറച്ച് സീനെന്നാണ്. അപ്പോൾ എന്തായാലും ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, സീനാണ്. റാഷ്ഫോർഡ് ആയിരിക്കും ഈശ്വര ഈ ഒരു ഗോൾ നമ്മളെ തരാൻ പോണേ. പക്ഷെ എന്നാലും ആ നേരത്തെ പാസ്, ആ പോയ പാസിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗൈസ്. അപ്പോൾ മറഡോണ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഓഫ് മാർക്കിനസ്. ഓക്കെ, പോയി, ത്രോ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും. ഓക്കെ, ബെക്കംബർ, റുഡ്രിഗർ, ജെറാഡ്, കേസ്മിറോ, മറഡോണ. എടേ എന്തുവാടേ
ത്രോ ചെയ്യേണ്ട സ്ഥലത്ത് ത്രോ ചെയ്യില്ല. കോസ്റ്റ് കട്ട് എൻ്റെ അമ്മോ. വൈറ്റ് ഗ്രീസ്മാൻ എടാ ബാക്ക് ഓ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചാൻസ് ആയിരുന്നു. എടാ എന്തുവാടേ. ഓ കുറച്ച് ലേറ്റ് ആയിപ്പോയി എംബാപ്പേ. ഓ കുറച്ച് ലേറ്റ് ആയി ഇപ്പൊ പണി പാളിയാന്. ഗൈസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കിടിലൻ. ഓ ഗോൾ ഗൈസ്. അപ്പൊ ഗോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും സേഫ് ആയിട്ട്. റാഷ്ഫോർഡ് തന്നെ നമ്മുടെ മുത്ത് ഗൈസ്. അപ്പൊ എന്താണ് റാഷ്ഫോർഡ് 41 മിനിറ്റിൽ ഒരു കിടിലൻ ഗോൾ അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചത് പണി പാളുമെന്ന്. പക്ഷെ എന്തായാലും റാഷ്ഫോർഡിനെ കൊണ്ട് തന്നെ ഒരു ഗോൾ കിട്ടി. നല്ലൊരു പാസ്സായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല അവിടെ ഒരു ഗോൾ ആവും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അങ്ങനെ ഒരു ഗോൾ കയറിക്കണ്ടോ. കറക്റ്റ് കിമ്മിച്ചിൻ്റെ ഒരു ഹെഡിങ് ആയിരുന്നു അവിടെ മെയിൻ ഗൈസ്. അപ്പോൾ എന്തായാലും നെയ്മർ വിൽസേപ്പർ ബാക്കോട്ട്. ഓക്കെ കൗണ്ടേ കിമ്മിച്ച് മാർക്കിനസ്. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് വൈറ്റ് റോഡ്രിഗസ്. എടേ ഓക്കെ മെസ്സി. എടേ ഗ്രീസ്മാൻ. ഓക്കെ റോഡ്രിഗസ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട് എന്തായാലും. സ്മോക്കിംഗ് ജോൺസൺ കേട്ടോ നമ്മുടെ ഓപ്പോണൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 3 ഷോട്ട് ഓൺ ടാർഗറ്റ് 1 ഗൈസ്. അപ്പോൾ റാഷ്ഫോർഡിനെ ഇറക്കിക്കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തത് എൻ്റെ ബ്രൂണോനെ ഗൈസ്. അപ്പോൾ നമുക്കിനി എന്തായാലും സബിലേക്ക് കിടക്കാം. നെയ്മറിനെ ഇറക്കാം. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പ്ലെയറായ വാൻഡേവനെ ഇറക്കിയിട്ടുണ്ട് ഞാൻ എന്തായാലും. ഓക്കെ കുഴപ്പമില്ലാത്ത ഇതാണ്. ഓപ്പോണ്ട് അപ്പോൾ സെറ്റാണ് ഗൈസ്. നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. ഓക്കെ എന്തായാലും പ്രതീക്ഷിച്ച പോലെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹാഫ് ടൈമിന് ശേഷം എന്താവുമെന്ന് കാണാം. നെയ്മർ. ഓക്കെ വിൽസേപ്പർ. ഓക്കെ എംബാപ്പേ. എടേ ഗോള് പിടിച്ചോണ്ട് അത് അവിടെ സേഫായി ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അറ്റാക്കിംഗ് ആണ് നോക്കേണ്ടത്. ഡിഫൻസും നെയ്മർ. എടാ ഫ്രീ ആയി കൊടുക്കല്ലേ ഗൈസ്. കിട്ടിയിട്ടുണ്ട് ഒരു അടിപൊളി പാസ് കിട്ടിയാൽ മതി ഗൈസ്. ഗോള്. എടാ അതെന്താ ഓഫ് സൈഡ്. ഇവിടെ ഒരുത്തനുണ്ട്. അല്ല അത് മെസ്സിക്ക് എന്തായാലും അവിടെ നിന്ന് ക്രോസ് അടിക്കാൻ പറ്റില്ല. ഡബിൾ ടച്ച് ഇട്ടാലേ ചിലപ്പോൾ നടക്കുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും അതൊരു നല്ല ഗോളായിരുന്നു. കിടിലനായിരുന്നേനെ. ഓക്കെ കിമ്മിച്ച് ഗൈസ്. ഓ അവിടെ വൈറ്റ് ആരും ഇല്ലാത്ത സമയത്ത് കൊടുക്കേണ്ടതിന് വരെ പണി പാളി. എംബാപ്പേ. കൗണ്ടേ ഗൈസ്. അപ്പോൾ ഇനിയാണ് സൂക്ഷിക്കുന്നത്. ഇവന്മാർ കയറിയും വരുന്നുണ്ട്. വാൻഡേവൻ ഗ്രീസ്മാൻ. ഓ എടാ ഇവിടെ ഫ്രീ ആയിരുന്നു. അല്ല ഇപ്പൊ പണി കിട്ടിയാണ് എൻ്റെ മോനെ. അവിടെ ഫ്രീ ആയിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്കിനി ഒരു സബും കൂടെ ബാക്കിയുണ്ട്. ഒരു ബാക്കിയും കൂടെ ഉണ്ട്. നമ്മുടെ ഭാഗ്യ ഖക്കറിലേന്ന് നമുക്ക് ഇറക്കാം. ഖക്കറിലുള്ള മാച്ചൊക്കെ നമ്മൾ ഏകദേശം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഖക്കറിലേന്ന് ഇറക്കിയിട്ടുണ്ട്. പോസ്റ്റ് തന്നെ മാറ്റി ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ മാക് ഖക്കറിലെ ഗൈസ്. റാഷ്ഫോർഡ്. ഊഫ്. ഓക്കെ ലോങ് റേഞ്ചർ പറത്താനുള്ള പരിപാടിയായിരുന്നു. ട്രിഗർ. എടാ ഗൈസ് കിട്ടിയിട്ടും. ഓഫ് അവന്മാർ ഗോളിലേക്ക് തന്നെ തിരിച്ചു വിട്ടത്. ഓ കിമിച്ച്. ബ്രൂണോ ഫെർണാണ്ടസ് ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. വിൽസേപ്പർ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഓ വിൽസേപ്പർ.
ഓക്കെ. എടാ ഇവിടെ എന്നാല് അടി എൻ്റെ മോനെ. ഓ എടാ എടാ എടേ കിമ്മി എടേ ആള് ഓഫ് എംബാപ്പേ. എടാ എടേ ബ്രൂണോ ഫെർണാണ്ടസ് റുഡ്രിഗർ. എടാ പണി കാണിക്കില്ലേ ഗോളി. ഓക്കെ അതെന്താ ഓഫ് സൈഡാണോ? അത് ഓഫ് സൈഡാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മയെ ലാസ്റ്റ് നിമിഷം കൊണ്ടേ പണിയാക്കും അവന്മാര്. അപ്പോൾ പൊസിഷൻ ഒന്ന് ഓക്കെ. എന്റെ മോനെ. എടാ ഗായ്സ് കിട്ടിയിട്ടുണ്ട്. ഏയ് അതെന്താ പരിപാടി? ലാസ്റ്റ് നിമിഷമായിട്ടുണ്ട്. എന്തുവാടെ കാണിക്കുന്നത് ഗായ്സ്? അപ്പൊ എന്തായാലും ഈ മാച്ച് അങ്ങനെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഒരു ഗോൾ കളിക്കട്ടെ. എന്തായാലും നൈസ് ഒരു മാച്ചായിരുന്നു ഗായ്സ്. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും അടിപൊളി ഒരു മാച്ചായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടിപൊളി മാച്ചായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ റാഷ്ഫോർഡിനെ ഇറക്കിക്കൊണ്ട് നമ്മുടെ ഭാഗ്യം തെളിഞ്ഞു. അതുപോലെ തന്നെ ഷോട്ട് നോക്കുകയാണെങ്കിൽ അവർ 2 ഷോട്ട് അടിച്ചു. ഓക്കെ ഗൈസ്. അപ്പോൾ പ്ലെയർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ റാഷ്ഫോർഡ്, കിമ്മിച്ച്, റുഡ്രിഗർ അവരെന്തായാലും കൗണ്ടേനെ, മാർക്കിനസ്, വൈറ്റിനെയൊക്കെ ഇറക്കിക്കൊണ്ട് കിമ്മിച്ച് അത് 100 ഇറക്കിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഗ്രീസ്മാൻ. എന്തായാലും നമ്മൾ മാച്ച് ജയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.